ഉൾനാട്ടിൽ ജനിക്കുക, വളർത്തി വലുതാക്കാൻ അമ്മ മാത്രമാവുക, ചെറു ജോലികൾ ചെയ്ത് അമ്മ വളർത്തുക. അങ്ങനെയുള്ള ഒരു കുട്ടി എവിടെ വരെ എത്തും? അവൻ ഓലപ്പുരയിലിരുന്ന് സ്വപ്നം കാണും, സർക്കാർ സ്കൂളിൽ പഠിക്കും, പലചരക്ക് കടയിൽ പണിയെടുക്കും, നാട്ടുവായനശാലയിലെ പുസ്തകപ്രേമിയാകും, ക്വിസ് വേദികളിൽ തിളങ്ങും, മിടുമിടുക്കനായി പഠിക്കും. കാലം അവൻ്റെ ശിരസിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറുടെ രജത കിരീടമണിയിക്കും. പോരാ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് പോരാടി വളർന്ന അവൻ കേവല ഡോക്ടറായി ഒതുങ്ങുന്നില്ല. ഡോക്ടർമാർക്കിടയിലെ പോരാളിയായി ധീരജീവിതം നയിക്കും. ഇത് തലസ്ഥാനത്തെ ന്യൂറോ സർജൻ ഡോക്ടർ മനോജ് വെള്ളനാടിൻ്റെ ജീവിതകഥ. നേർരേഖയിലൂടെ ആയിരുന്നില്ല ആ വിജയയാത്ര. ദാരിദ്ര്യത്തെ മറികടക്കാൻ IAS ആണ് ആ കുട്ടി സ്വപ്നം കണ്ടത്. MBBS അതിൻ്റെ ആദ്യ പടവായും. എൻട്രൻസ് പരീക്ഷ എന്തെന്ന് പോലും അറിയാത്ത നാട്ടിൻപുറം. പഠിപ്പിച്ചിരുന്ന ഗീത ടീച്ചർ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അപേക്ഷ അയക്കാനായത്. +1 +2 കാലത്ത് സ്പോൺസർ ചെയ്ത ഗ്രാമത്തിലെ ഒരു നല്ല ശമരിയക്കാരൻ ആ ഘട്ടത്തിൽ പിൻവാങ്ങി. ഫീസ് കൊടുക്കാനില്ലാതെ എൻട്രൻസ് പരിശീലനം മുടങ്ങി. കോച്ചിങ് ഇല്ലാതെ തനിയെ പഠിച്ച് എൻട്രൻസ് എഴുതി. ആദ്യ അറ്റംപ്റ്റിൽ എഞ്ചിനീയറിംഗേ കിട്ടിയുള്ളൂ. വീട്ടിലെ ദാരിദ്ര്യം അറിയുന്ന എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകാൻ നിർബന്ധിച്ചു. മനോജ് അത് തള്ളി. 2ാം ചാൻസിൽ MBBS പ്രവേശനം നേടി. പഠിപ്പിന് മാത്രം ഇടമുള്ള എറണാകുളം മെഡിക്കൽ കോളേജിൽ മനോജ് പഠിക്കാനെത്തിയപ്പോൾ ഒരു സാംസ്കാരിക മാസിക പിറന്നു, ക്യാൻവാസ്. മനോജ് പഠിപ്പ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അത് നിലച്ചു. തിരക്ക് പിടിച്ച സർജനായിട്ടും മനോജ് എഴുതി. 2 കഥാസമാഹാരങ്ങളുടെ ഒരു ശാസ്ത്ര പുസ്തകത്തിൻ്റെ രചയിതാവായി. അവ പുരസ്കാരങ്ങളും നേടി. ഒപ്പം എഴുത്തുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ശാസ്ത്രബോധത്തിൻ്റെ ആക്ടിവിസ്റ്റായി മാറി. സൈബർ ഇടങ്ങളിലും പൊതുവിടങ്ങളിലും വ്യാജ ചികിത്സയുടെയും ഒറ്റമൂലി കച്ചവടക്കാരുടെയും വാക്സിൻ വിരുദ്ധരുടെയും പേടി സ്വപ്നമാണ് ഈ ഡോക്ടർ. ഇത്തരം ചിന്താഗതികൾക്കെതിരെ പൊരുതുന്ന, ശാസ്ത്രീയ അവബോധം പകരുന്ന ഇൻഫോ ക്ലിനിക് എന്ന ഡോക്ടർമാരുടെ കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകൻ. ഞാൻ അശാസ്ത്രീയമായ ചികിത്സകൾക്കെതിരാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ വീട്ടിൽ പ്രസവിച്ച ആൾക്കാരുടെ സംഗമം, അത് ലോട്ടറി എടുക്കുന്ന പോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ലോട്ടറി എടുക്കുന്ന അപൂർവം ആൾക്കാർക്ക് മാത്രമേ ലോട്ടറി അടിക്കുകയുള്ളൂ. അടിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തറിയുള്ളൂ. ജീവിതത്തിലും തികച്ചും വേറിട്ട വ്യക്തി ഡോക്ടർ ശ്രീലക്ഷ്മി ജീവിത പങ്കാളി. 1.5 പതിറ്റാണ്ട് ഡോക്ടറായി ജോലി ചെയ്തിട്ടും വാടക വീട്ടിൽ അമ്മ ഗീതാകുമാരിക്കൊപ്പം മക്കൾ ഋതിക്കിനും യുവാനുമൊപ്പം കഴിയുന്ന സാധാരണക്കാരൻ. തലസ്ഥാനത്തെ എണ്ണം പറഞ്ഞ സ്വകാര്യ ആശുപത്രിയിലെ ജോലി വിട്ട് അല്പനാൾ മുമ്പ് സർക്കാർ മെഡിക്കൽ കോളേജിലെത്തിയ വ്യത്യസ്തൻ. ഞങ്ങൾ ആദരിക്കുന്നു. തിരക്കുള്ള വിദഗ്ധ ന്യൂറോ സർജനായിട്ടും ശാസ്ത്രീയ ചിന്തയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ നിതാന്ത ജാഗ്രതയെ, എല്ലാ സംവേദനോപാധികളും ഉപയോഗിച്ച് ആരോഗ്യരംഗത്തിനായി ഈ ആക്ടിവിസ്റ്റ് നടത്തുന്ന നിത്യ പോരാട്ടത്തെ, ആധുനിക വൈദ്യം എന്ന നക്ഷത്ര ലോകത്ത് പ്രതീകം പോലെ നിൽക്കുന്ന ഈ നാട്ടിൻപുറത്തുകാരനെ കൈരളി പ്രത്യേക ഡോക്ടേഴ്സ് പുരസ്കാരം ഡോക്ടർ മനോജ് വെള്ളനാടിന്.